ഇന്ന് കന്നിമാസം 1-ാം തീയതിയാണ്. ചതയ ദിനമാണ്, അവധി ദിവസമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വാഭാവികമായിട്ടും തിരക്കുണ്ടാവുന്ന ദിവസമാണ്, തിരക്കുള്ള ദിവസമാണ്. ഇന്ന് ഒട്ടേറെ വിശേഷങ്ങൾ ഉള്ള ദിവസമാണ്. ഇന്ന് കീഴ്ശാന്തിക്കാരുടെ ഭജനം ആരംഭിച്ച ദിവസമാണ്. ഇന്ന് വിഷ്ണു സഹസ്രനാമോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രം ആധ്യാത്മിക ഹാളില് വിഷ്ണു സഹസ്രനാമത്തിന്റെ സുവർണ ജൂബിലിക്ക് തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് തിരിതെളിയിച്ച ദിവസമാണ്. നാളെ ഗുരുവായൂരിൽ നാരായണീയ മഹാസത്രം നാളെ വൈകിട്ട് ആരംഭിക്കുകയാണ്. 12 ദിവസത്തെ നാരായണീയ മഹാസത്രം, 11 ദിവസത്തെ നാരായണീയ മഹാസത്രം ആരംഭിക്കുകയാണ്. നാളെ വേറൊരു സവിശേഷത കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. ഒക്ടോബർ 1 മുതൽ 6 മാസക്കാലത്തേക്കുള്ള മേൽശാന്തിയെ നാളെ തിരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുപ്പിന് കുറേ സവിശേഷമായ ചടങ്ങുകളുണ്ട്. അതായത് പെരുവനം ശുഗപുരം ഗ്രാമങ്ങളിലെ യാഗാധികാരമുള്ള നമ്പൂതിരിമാർക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയാവാൻ പാരമ്പര്യമായിട്ടുള്ള അവകാശമുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള 55 അപേക്ഷകളാണ് ക്ഷേത്രത്തിൽ ലഭിച്ചിട്ടുള്ളത് ഇക്കുറി. ആ 55 അപേക്ഷകർക്ക് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കത്തയച്ചിട്ടുണ്ട്. അവര് നാളെ രാവിലെ കൂടിക്കാഴ്ചയ്ക്കായിട്ട് എത്തും. തന്ത്രി അവരുമായിട്ട് അഭിമുഖം നടത്തും. അഭിമുഖം നടത്തിയിട്ട് അവരുടെ പൂജാകാര്യങ്ങളിലുള്ള പ്രാവീണ്യം പരിശോധിച്ചിട്ട് യോഗ്യരായ ആളുകളുടെ ലിസ്റ്റ് ദേവസ്വത്തിന് നൽകും. ആ ലിസ്റ്റ് ദേവസ്വം ഉച്ചപൂജ നട തുറന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വെച്ചിട്ട് ഭക്തജനങ്ങളുടെയും ദേവസ്വം അധികാരികളുടെയും ഒക്കെ സാന്നിധ്യത്തിലും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും ഈ ലിസ്റ്റ് ഉറക്കെ വായിച്ച് വെള്ളിക്കുടത്തിൽ നിക്ഷേപിക്കും. വെള്ളിക്കുടത്തിൽ ഓരോ പേരുകളും നിക്ഷേപിച്ചതിന് ശേഷം തന്ത്രിയുടെയും ദേവസ്വം ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ, ഊരാളൻ മല്ലിശ്ശേരി നമ്പൂരിപ്പാട് എന്നിവരുടെയൊക്കെ സാന്നിധ്യത്തില് ഇപ്പോഴത്തെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിപ്പാട് ഈ നറുക്കെടുക്കും. നറുക്കെടുത്താൽ പുതിയ മേൽശാന്തിയായി. ആ പുതിയ മേൽശാന്തി നമസ്കാര മണ്ഡപത്തിൽ നമസ്കരിച്ചിട്ട് ഏറ്റവും അടുത്ത ദിവസം മുതൽ, പറ്റുമെങ്കിൽ നാളെ മുതൽ തന്നെ അദ്ദേഹം 12 ദിവസത്തെ ഭജനം ആരംഭിക്കും. 12 ദിവസം ഗുരുവായൂരപ്പനെ ഭജിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ മനസ്സിലാക്കി എങ്ങനെയൊക്കെയാണ് പൂജാവിധികള്, കർമ്മങ്ങള് നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒന്നുകൂടി പരിചയമുണ്ടാക്കിയിട്ട് ഈ മാസം 30-ാം തീയതി രാത്രി അദ്ദേഹം മേൽശാന്തിയായിട്ട് ചുമതലയേൽക്കും. മേൽശാന്തിയായി ചുമതലയേറ്റാൽ 6 മാസക്കാലം ക്ഷേത്രത്തിനകത്ത് തന്നെ താമസിക്കണം. ക്ഷേത്രത്തിനകത്ത് താമസിച്ചു വേണം പൂജാകർമ്മങ്ങളെല്ലാം നിർവഹിക്കാൻ. ക്ഷേത്രത്തിന് പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ മേൽശാന്തിയെ നിശ്ചയിക്കുന്ന ചടങ്ങ് നാളെ നടക്കുകയാണ്. അത് സവിശേഷമായ ഒരു സംഗതിയാണ്. ഇപ്പോഴത്തെ മേൽശാന്തിയുടെ കാലാവധി ഈ 30-ാം തീയതി രാത്രി അവസാനിക്കും. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നാളെ നടക്കാനുള്ളത്. നാളെ ഉച്ചയോടുകൂടി ഉച്ചപൂജ നട തുറന്നാൽ ഉടൻ തന്നെ നമുക്കറിയാം ആരാണ് പുതിയ മേൽശാന്തി എന്ന്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മേൽശാന്തി നറുക്കെടുപ്പ് നന്നായി നടക്കട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണാർപ്പണം. ഗുരുവായൂർ എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണാർപ്പണം, കൃഷ്ണാർപ്പണം.